അധികാരമൊഴിയാൻ കഷ്ടിച്ച് 4 മാസങ്ങൾ മാത്രം ശേഷിച്ചിരിക്കെ സർക്കാരിന്റെ ഖജനാവിൽ കിടക്കുന്ന അവസാനത്തെ ചില്ലിക്കാശ് കൂടെ അടിച്ചു മാറ്റാനുള്ള പുതിയ ഒരു അഭ്യാസവുമായി ശ്രീ പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ്. വീണ്ടും അദ്ദേഹം ഒരു കേരള യാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ 21 മന്ത്രിമാരും കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കഴിയുമെങ്കിൽ MLA-മാരെ കൂടെ കൂട്ടി ഒരു വലിയ യാത്ര നടത്താനായി അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റു കക്ഷികളും സ്വാഭാവികമായി പിണറായി വിജയൻ എന്തു പറയുന്നു അതിന് സ്തുതി പാടുന്നവരായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ അവരും ഈ യാത്രയിൽ പങ്കാളികളാകാൻ പോവുകയാണ്. എന്തൊരു പരിഹാസ്യമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അടി എത്ര ആഴമേറിയതാണ് എന്നുള്ളതാണ് അവരുടെ ഈ പരിഭ്രമത്തിൽ നിന്ന് മനസ്സിലാകേണ്ടത്. അവരെ ആകെ കൂടെ ജനം എഴുതി തള്ളിയിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരം കഴിഞ്ഞ 9.25 വർഷങ്ങളായി കേരളത്തെ മുറ്റോടും നശിപ്പിച്ച രീതിയിൽ, ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ അധികാരത്തിന്റെ ഗർവും അധികാരത്തിൻ്റെതായിട്ടുള്ള ധിക്കാരവും ഒക്കെ കാട്ടി ഭരിച്ച് ഒരു പരുവത്തിലാക്കിയിട്ടും പോരാതെ, തൃപ്തി വരാതെ വീണ്ടും സർക്കാരിന്റെ ഖജനാവിന്റെ ചില്ലിക്കാശുകൾ പാവപ്പെട്ട നികുതിദായകൻ കൊടുക്കുന്ന നികുതി ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഒരു ഘോഷയാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾ നമ്മൾ കണ്ടതാണ് മഹാസംഗമങ്ങൾ, അതുപോലെ തന്നെ ലോക കേരള സഭ, അതുപോലെ വലിയ മേളകൾ, വലിയ വലിയ ആഘോഷങ്ങൾ, ഇതെല്ലാം നിരന്തരമായി നടത്തി സർക്കാരിൽ നിന്ന് എത്ര കോടി രൂപയാണ് ആഘോഷങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. അങ്ങനെ ചെലവഴിക്കുമ്പോഴും നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു വലിയ ദുരവസ്ഥ മറുഭാഗത്തുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ട രോഗികളുടെ അത്താണികളായിരിക്കുന്ന അഭയകേന്ദ്രങ്ങളായിട്ടുള്ള സർക്കാരിന്റെ ആശുപത്രികളിൽ ഈ പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കാൻ ആവശ്യത്തിന് മരുന്നില്ല. അവരുടെ ഓപ്പറേഷന് വേണ്ടുന്നതായിട്ടുള്ള ചെറിയ സാധനങ്ങൾ പോലും അവരുടെ കയ്യിൽ തുണ്ടെഴുതി കൊടുത്ത് പുറത്തെ കടകളിൽ നിന്ന് വാങ്ങിച്ച് ഓപ്പറേഷൻ നടത്തേണ്ടതായ ഒരു സാഹചര്യം. അതൊന്നും വാങ്ങാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല. ആശുപത്രികളിൽ വരുന്ന രോഗികൾക്ക് കിടക്കാനുള്ള കിടക്ക സൗകര്യങ്ങൾ ഒരുക്കാൻ നിവർത്തിയില്ല. ഒരു കട്ടിലിൽ 2 രോഗികൾ കിടക്കുന്നു, കട്ടിലിന്റെ അടിയിൽ രോഗികൾ കിടക്കുന്നു, ശുചിമുറിയുടെ വഴിയിൽ രോഗികൾ കിടക്കുന്നു. ഇതൊരു പക്ഷേ ലോകത്ത് ഒരിടത്തും കാണാത്ത ദുരവസ്ഥയാണ് തലസ്ഥാന നഗരിയിലെ മെഡിക്കൽ കോളേജിൽ പോലും ഉള്ളത് എന്ന് പറയുമ്പോൾ എത്ര ശോചനീയമായി ആണ് കേരളത്തിന്റെ അവസ്ഥ. ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഡോക്ടർമാരെല്ലാം വളരെയേറെ നിരാശരാണ്. അവർക്ക് അർഹിക്കുന്നതായിട്ടുള്ള പ്രൊമോഷൻ കൊടുക്കുന്നില്ല, ഒഴിവുകളിൽ നിയമനം നടക്കുന്നില്ല, ആശുപത്രികളുടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങളിൽപ്പെട്ട് നമ്മുടെ സർക്കാർ ആശുപത്രികൾ മുഴുവൻ അനാഥമായി കിടക്കുന്ന സാഹചര്യത്തിലാണ് ഇതുപോലെ ധാരാളിത്വവും ധൂർത്തും കാട്ടിക്കൊണ്ട് നികുതിദായകന്റെ പണം ചിലവഴിച്ചുകൊണ്ട് ഈ വിനോദയാത്രയും ഘോഷയാത്രയും നടത്തുന്നത്. ഇതിനൊരു അറുതി വരുത്തിയെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. ഇവർ പറയുന്നത് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ ജാഥ നടത്തി ഉത്ബോധിപ്പിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ തന്നെ എത്രയോ തവണയാണ് പബ്ലിക് റിലേഷൻസ് വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ലഘുലേഖകളൊക്കെ സർക്കാർ പ്രസിൽ അച്ചടിച്ച് സർക്കാരിന്റെ പേരിൽ പാർട്ടി ഓഫീസ് വഴി വിതരണം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി, ധനസ്ഥിതി അങ്ങേയറ്റം പരിതാപകരമായിരിക്കുമ്പോൾ ഇപ്പോഴും കൂടുതൽ നിയമനങ്ങൾ നടത്തുന്നു, കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. എല്ലാം സർക്കാരിൻ്റെതായിട്ടുള്ള ഖജനാവിന്റെ അവസാന ചില്ലിക്കാശ് പോലും ഇല്ലാതാക്കിയിട്ട് ഇറങ്ങിപ്പോകാൻ നടത്തുന്ന ഒരു വലിയ പരിഭ്രമത്തിലാണ്. ഇവർ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്? അനുഭവങ്ങൾ ഉണ്ടായിട്ട് അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാതെ അവർ പറയും ഞങ്ങൾ സ്വയ വിമർശനം നടത്തുന്നുണ്ട്, തെറ്റുകൾ തിരുത്തിയിട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുകയും തെറ്റുകൾ തന്നെ ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ ജനമനസ്സിൽ നിന്ന് അവരകന്നു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സംസ്ഥാനത്തിന് ഒരു ബാധ്യതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരൊരു നിമിഷം പോലും ഇനിയും അധികാരത്തിൽ തുടരാൻ പാടില്ല എന്നുള്ള ഒരു മാനസിക അവസ്ഥയിൽ കേരളത്തിലെ സമൂഹം ആകെ എത്തി നിൽക്കുകയാണ്.
ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിന്റെ വ്യക്തമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ് കാട്ടിക്കൊടുത്തത്. ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ കൂടെ സങ്കീർണമായിരിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധം കേരളത്തിലെ 11 സർവകലാശാലകളിൽ ഇപ്പോൾ മുഴുസമയ വൈസ് ചാൻസലർമാരില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിന്റെ പേരിൽ അതീവ ദുഃഖത്തിലാണ്. അവിടെയും വേണ്ട രീതിയിലുള്ള മേൽനോട്ടമോ ജാഗ്രതയോ ഇല്ലാതെ ചില മന്ത്രിമാർ തെക്കുവടക്ക് നടക്കുകയാണ്. കാർഷിക രംഗം ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കൃഷി ഉൽപ്പന്നങ്ങൾക്ക് അത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് പ്രതിഫലം തക്ക സമയത്ത് കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല. അതുപോലെ തന്നെ സബ്സിഡി നിരക്കിൽ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സിവിൽ സപ്ലൈസ് വഴി കൊടുക്കേണ്ട കടകളിൽ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഇല്ല. അങ്ങനെ കാർഷിക രംഗം അതുപോലെ മറ്റു രംഗങ്ങളെല്ലാം തകർന്നിരിക്കുന്നു. വ്യാവസായിക രംഗമാകട്ടെ തകർന്ന് തരിപ്പണമായി. ഒരാൾ പോലും ഒരു പുതിയ വ്യവസായം തുടങ്ങുന്നതിന് ധൈര്യത്തോടുകൂടെ വരാൻ കഴിയാത്ത ഒരു നീചമായ തൊഴിൽ സംസ്കാരമാണ് ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ പിടിയാളുകൾ സംരംഭകരായി വരുന്ന ആളുകളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച് ഇവിടെ നിന്ന് നാട്ടിപ്പായിക്കുന്ന ഒരു വ്യവസായ തൊഴിലാളി സംസ്കാരമാണ് ഇന്ന് കേരളത്തിൽ നിൽക്കുന്നത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലില്ലാതെ ഈ ചെറുപ്പക്കാർ അലഞ്ഞു നടക്കുകയാണ്. ഉന്നത ബിരുദധാരികൾ, മാസ്റ്റർ ബിരുദധാരികൾ, സാങ്കേതിക ബിരുദം നേടിയവർ, എന്തിനു പറയട്ടെ ഡോക്ടർമാർ, ഡെന്റൽ ഡോക്ടർമാർ പോലും ആയിരക്കണക്കിന് തൊഴിലില്ലാതെ ഈ കേരളത്തിൽ അലയുകയാണ്. നിവർത്തി കെട്ടുകൊണ്ടാണ് പലരും കേരള സംസ്ഥാനം വിട്ട് കേരളത്തിന് പുറത്തേക്കും വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്ന് എത്ര ജാഥ നടത്തിയാലും ആളുകളെ ഇനിയും ബോധ്യപ്പെടുത്താനായി സാധിക്കുകയില്ല. അതുകൊണ്ട് കേരളത്തിന്റെ ഖജനാവിൽ നിന്നുള്ള അവസാനത്തെ ചില്ലിക്കാശും അടിച്ചു മാറ്റിക്കൊണ്ടു പോകാൻ ഈ തരം കപട നാടകങ്ങൾ നടത്തുന്നത് അവസാനിപ്പിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. ഈ ജാഥ കൊണ്ട് ഉള്ള വോട്ടുകൾ പോലും നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറി വരികയാണ്. അത് പ്രയോജനം ചെയ്യുന്നത് വർഗീയ ശക്തികൾക്ക് മാത്രമായിരിക്കുമെന്ന് തിരിച്ചറിയവർക്കുണ്ടാകണം. അവർ മാറി മാറി ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയുടെയും കാർഡുകൾ ഇളക്കി കളിച്ചിട്ടും അവർക്ക് യാതൊരു നേട്ടവും ഉണ്ടായില്ല എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം വിളിച്ചറിയിക്കുകയാണ്. ഈ ഏകാധിപതിയെ പോലെയുള്ള ഭരണ നേതൃത്വം അവസാനിപ്പിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. കാഴ്ചക്കാരായിരിക്കുന്ന മുന്നണിയിലെ മറ്റു കക്ഷികൾ അവരുടെ നിസ്സംഗത അവസാനിപ്പിക്കണം. ആർജവത്തോടുകൂടി കാര്യങ്ങൾ സത്യസന്ധമായി നേരിടാനുള്ള മിടുക്ക് കാണിക്കണം. അതല്ലാതെ ഒരു ഏകാധിപതിയുടെ കീഴിൽ ഓച്ചാനിച്ച് നിന്നുകൊണ്ട് സ്തുതിപാഠകരായി മാറി നിൽക്കുന്നത് അപമാനമാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പല കക്ഷികളും ഏതാണ്ട് രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. ആ തലത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂപ്പുകുത്തി കഴിഞ്ഞിരിക്കുന്നു. അതിനിടയ്ക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ തരം ജാഥ, അതും നികുതിദായകന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ തരം ആഡംബര ഘോഷയാത്ര നടത്തിയാൽ അവർ കേൾക്കാൻ പോകുന്ന അടി ഇതിനേക്കാൾ ഏറ്റവും കടുത്തതായിരിക്കും എന്ന് അവർ തിരിച്ചറിയേണ്ട സമയം വൈകിയിരിക്കുന്നു. പൊതുസമൂഹം ഇതുകൊണ്ട് കാത്തിരിക്കുന്നത് ഈ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയാണ്. എങ്ങനെയും 4 മാസം തട്ടിക്കൂട്ടി പോകാൻ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഒഴിഞ്ഞു പോകണമെന്ന പ്രാർത്ഥനയോടുകൂടി കേരളത്തിന്റെ പൊതുസമൂഹം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഉഡായിപ്പ് വേലകൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സിനെ മാറ്റാമെന്ന് വിചാരിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് ശേഷിക്കുന്ന മാസങ്ങൾ ഉള്ള പണം ഉപയോഗിച്ചുകൊണ്ട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അതുകൊണ്ട് ധൂർത്തടിച്ചുകൊണ്ട് ഇതുപോലെ ഘോഷയാത്ര നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും പൊതുസമൂഹം അംഗീകരിച്ചു കൊടുക്കുകയില്ല എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് സമൂഹം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാര്യമാത്ര പ്രസക്തമായി ഇനിയും ശേഷിക്കുന്ന കാലം ചെയ്യാവുന്ന കാര്യങ്ങൾ, ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമെങ്കിൽ ഇനിയുള്ള മാസങ്ങളെങ്കിലും കഷ്ടിച്ച് കഴിഞ്ഞുകൂടാൻ കഴിയും. ഇപ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപ കടമെടുക്കാനായി നെട്ടോട്ടം ഓടുകയാണ്. ശമ്പളം കൊടുക്കാൻ പണമില്ലാത്ത അവസ്ഥ, പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ തുടങ്ങിയ പെൻഷനുകളെല്ലാം മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം
വൈകാതെ ഉണ്ടാകാൻ പോവുകയാണ്. ഇനി ഒരു പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ പോലും കാലിയായ ഖജനാവിനെ നേരിടേണ്ട ഒരു ദുസ്ഥിതിയാണ് ഇപ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്. ജനങ്ങളെ ഒരു തരത്തിൽ വഞ്ചിക്കുന്ന രീതിയിൽ, കബളിപ്പിക്കുന്ന രീതിയിൽ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് നേടാവുന്നതെല്ലാം നേടി കോടീശ്വരന്മാരായി ഭരണത്തിലെ കൈയാളുന്നതായിട്ടുള്ള ഈ പറയുന്ന ബിനാമി ഏർപ്പാടുകളിലൂടെയൊക്കെ പണം സമ്പാദിക്കാൻ പരോക്ഷമായി സാഹചര്യമൊരുക്കുന്നതായിട്ടുള്ള അന്തരീക്ഷമൊക്കെ ഇനി എന്നേക്കുമായി കേരളത്തിന് മാറിയെങ്കിൽ മാത്രമേ ഈ സംസ്ഥാനം രക്ഷപ്പെടുകയുള്ളൂ. ആ ഒരു ബോധ്യത്തോടുകൂടി ഈ യാത്രയൊക്കെ അവസാനിപ്പിച്ച് ഇനിയുള്ള മാസങ്ങൾ ഭരണത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയതായി അധികാരത്തിൽ വന്നിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന സമിതികളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെങ്കിൽ ജനങ്ങൾ അല്പമെങ്കിലും ഇക്കാര്യത്തിൽ ഒരു സംയമനം പാലിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്.